ഈ പണം എങ്ങനെ സ്വരുക്കൂട്ടും? അങ്ങനെയൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഗെയിം കളിക്കുന്ന പോലെ ലെവൽ ബൈ ലെവലായിട്ട് നമുക്ക് ഈ ഫണ്ട് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എത്ര രൂപയാണ് ഈ ഫണ്ടിലേക്ക് മാറ്റി വെക്കേണ്ടത് എന്നുള്ള ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണണം. കണ്ടവർ നിങ്ങൾക്ക് ആ പറഞ്ഞ എമർജൻസി ഫണ്ട് റെഡിയാക്കി എടുക്കാൻ എത്ര രൂപയാണ് വേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇതിനു മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ 50-30-20 റൂളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിലെ ആ 20 ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതായത് നിങ്ങളുടെ സേവിങ്സിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്ന ഒരു തുകയാണ് ഈ 20. ആ സേവിങ്സിൽ നിന്ന് നേർപകുതി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു 30-40% എങ്കിലും നിങ്ങൾ നിങ്ങളുടെ എമർജൻസി ഫണ്ടിനായിട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ നിങ്ങൾ സ്വരുക്കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പറഞ്ഞ ടാർഗറ്റിലെ തുക അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അത് മാത്രമാണോ സഹായികൾ? ഒരിക്കലല്ല. നിങ്ങൾക്കൊരു ബോണസ് കിട്ടി, ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ച് പണം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് വരുന്നതും ഇതെല്ലാം സ്വരുക്കൂട്ടി കുറേശ്ശെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്തെടുക്കാം. വൺസ് അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇത് ലെവൽ ബൈ ലെവലായിട്ട് നിങ്ങളൊന്ന് എത്തിച്ചേരേണ്ട ഒരു താമസമേ ഉള്ളൂ. ഇതൊരു ശീലമാക്കേണ്ട ഒരു താമസമാണ് നിങ്ങൾക്ക് വരുന്നുള്ളൂ. വൺസ് നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതാണ് ഫിനാൻസിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അങ്ങനെ നമ്മൾ എമർജൻസി ഫണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കി. ഇനി ഇതിനൊരു റൂൾ ബുക്ക് വേണം. അതെന്താണെന്നല്ലേ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം.